അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് വിഡോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഹോക്കയും ബാക്കിയുള്ളവരും തോറിനെ കൊണ്ട് അവർ ഒളിച്ചു താമസിക്കുന്ന ഒളിസങ്കേതത്തിലേക്ക് ചെല്ലുകയാണ്. ആ ഒളിസങ്കേതം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ നിക് ഫ്യൂരിയുടെ ആകാശത്തോടെ പറക്കുന്ന ആ ഷിപ്പില്ലേ, അഥവാ ഹെലികാരിയർ, അതാണ് ഹോക്കയുടെയും ബാക്കിയുള്ളവരുടെയും ഇപ്പോഴത്തെ ഒളിസങ്കേതം. ആ ഷിപ്പ് ഇപ്പോൾ ആകാശത്തു നിന്നും നിലത്തേക്ക് പതിച്ച് പൊട്ടി പാളീസായി അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഡൂമിനെ പറ്റിയും പിന്നെ തോർ അവെഞ്ചേഴ്സിനെ പറ്റിയും എല്ലാം പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടെ ആ ഡോക്ടർ ഡൂം വരുന്നു. എന്നിട്ട് തൻ്റെ പുതിയ തരം വെപ്പൺസ് ഉപയോഗിച്ച് തോറിനെയും ബാക്കിയുള്ളവരെയും എല്ലാം അറ്റാക്ക് ചെയ്ത് ബോധം കെടുത്തുകയാണ് ഡോക്ടർ ഡൂം. അങ്ങനെ പിന്നീട് ബോധം വന്ന് കണ്ണ് തുറക്കുന്ന നമ്മുടെ തോറ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഡോക്ടർ ഡൂമിൻ്റെ കെട്ടിടത്തിൽ, അതും ഡോക്ടർ ഡൂമിൻ്റെ മുന്നിലാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന തോർ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടിപ്പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഐസിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതൊരു ട്രോഫി പോലെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ആ ഡോക്ടർ ഡൂം. ഇപ്പോൾ അത് കണ്ടതും നമ്മുടെ തോറിന് ആകെ ദേഷ്യം വന്നിട്ട് തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഡൂമിൻ്റെ ആളുകളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് തോറ് ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഡൂമിൻ്റെ അടുത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ ഡൂം തൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ച് തോറിനെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് വീണ് കിടക്കുന്ന തോറിനോട്, നീ എന്നെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് നീ വരുമ്പോൾ നീയുമായി ഫൈറ്റ് ചെയ്യുവാൻ ബ്രൂസ് ബാനറിൻ്റെ ഗാമ റൈസ് കൊണ്ട് നിർമ്മിച്ച ആർക്ക് റിപ്പൾസറാണ് തൻ്റെ കയ്യിലുള്ളതെന്ന് ഡൂം തോറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നീ എങ്ങനെയാണ് ഭൂമിയെ കീഴടക്കിയതെന്നും എങ്ങനെയാണ് നിനക്ക് മാത്രം എന്നെ ഓർമ്മയുള്ളതെന്നും തോർ ഡൂമിനോട് ചോദിക്കുന്നു. അന്നേരം തന്നെ ഡൂം, ഞാൻ ഭൂമിയെ കീഴടക്കിയിട്ടില്ല എന്നും ഞാൻ ഭൂമിയെ രക്ഷിക്കുമായിരുന്നുവെന്നും, എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്വത്തിൽ നിന്നാണ് ഞാൻ ഭൂമിയെ രക്ഷിച്ചതെന്നും ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും വളരെ സന്തോഷമായി ജീവിക്കുന്നുണ്ടെന്നും ഡൂം തോറിനോട് പറയുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൂം കാരണം ആളുകളെല്ലാം മുഴുവൻ പട്ടിണിയിലാണ്. ഡൂമിനെ ഓർത്ത് പേടിച്ച് വരച്ചാണ് അവരെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ തോറിനെയും കൊണ്ട് ഡൂം തൻ്റെ സഹായിയായ തനിക്ക് വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സയൻറ്റിസ്റ്റിനെ ഇപ്പോൾ കണ്ടതും അപ്പോൾ തന്നെ നമ്മുടെ തോറ് പതിവ് പോലെ വീണ്ടും ഞെട്ടുകയാണ്. കാരണം ആ സയൻറ്റിസ്റ്റ് മറ്റാരുമല്ല, അത് നമ്മുടെ ടോണി സ്റ്റാർക്കാണ്.